പോകുന്ന വത്സ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ എന്ന നിലയ്ക്ക് ഇനി എന്താണ് ഇപ്പോൾ അധികൃതരോട് പറയാനുള്ളത്? ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തന്ന വത്സല കേൾക്കുകയായിരുന്നല്ലോ. വത്സലയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി പറയാനുള്ളത്? ഇനി അങ്ങനെ ഒരു ഷെഡിൽ ഈ പണിക്ക് ഇനി പോകില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെയൊക്കെ തീരുമാനം? എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അവരോട്? ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പണിക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴല്ലേ അപകടം മനസ്സിലായത്. അതിൻ്റെ മുമ്പൊക്കെ പോകാൻ നല്ല ഉത്സാഹമായിരുന്നു. ഇതേവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ അതോടുകൂടി എല്ലാവർക്കും വിഷമമായും പേടിയും സങ്കടമൊക്കെ ആയി. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നു, എല്ലാ വർഷവും പോകുന്നു. അങ്ങനെ അതെ, അവരെന്തെങ്കിലുമൊക്കെ കാട്ടിത്തരും, അതേപോലെ നമ്മൾ ചെയ്യും. വേറെ ഒന്നും പറഞ്ഞു തരാറില്ല. അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യങ്ങളോട് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ പൂരം നടത്താൻ തന്നെയുള്ള തീരുമാനത്തെ എങ്ങനെയാണ് വത്സല കാണുന്നത്? ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയണില്ല. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളായിക്കോട്ടെ. എനിക്കൊന്നും പറയാനില്ല. വത്സലയ്ക്ക് അറിയുന്നവരും അടുപ്പമുള്ളവരും ഒക്കെ ഈ ദുരന്തത്തിൽ പോയവരായിട്ടുണ്ട്. കുറേ പേര് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പോയി കണ്ടിരുന്നോ? 2-3 ആളെ കണ്ടു ഞങ്ങൾ പോയിട്ട്. വേറെ ആരെയും കണ്ടിട്ടില്ല. എന്താ അവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അവർക്ക് ഞാൻ കണ്ടവർക്ക് വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് പോരാൻ പറ്റും. ഞാൻ ആകെ 4 ആളെ കണ്ടിട്ടുള്ളൂ. അവർക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ആരെയും കണ്ടിട്ടില്ല. ഈ അപകടത്തിന് തൊട്ട് മുമ്പ് വീട്ടിലേക്ക് പോയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? വീട്ടിലേക്ക് ആരും പോയില്ലല്ലോ. അല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. വത്സല എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതാ. അല്ലാണ്ട് വീട്ടിലേക്ക് പോകേണ്ട സമയമൊന്നും ആയിണ്ടായിരുന്നില്ല. പൊട്ടണ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഓടിയതാണ്. ശരി, ആ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അധികൃതരോട് എന്താണ് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ? സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? എനിക്കതിനോട് ഒന്നും പറയാനില്ല. അതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ പറയാൻ വേണ്ടിയിട്ട്. ശരി, അറിഞ്ഞുകൂടാ പറയാനെന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.